ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു നാവീസ് വർക്കിൽ എങ്ങനെ ഒരു ഫയൽ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് വിജയിപ്പിക്കുക. ഇപ്പം നാവീസ് വർക്കിൽ നമുക്ക് നമ്മളുടെ ഒരു റിവേറ്റ് മോഡൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക, അതിൻ്റെ ക്ലാഷസ് എന്തൊക്കെയാണ് എന്ന് ഒക്കെ എല്ലാത്തിനെ പറ്റി ഒരു വിശദമായി ഐഡിയ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ക്ലാഷ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മുടെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെ ഒരു ഫയൽ ഇതിനകത്തോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഫയൽ റിവേറ്റ് മോഡൽ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരും എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നാവിസ് വർക്ക് മാനേജ് 2020 ആണ്. അപ്പോൾ ഇതിൽ അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ചോദിക്കുക, എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ആ ഫയൽ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിനകത്ത് ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നാവിസ് വർക്കിലേക്ക് നമ്മൾ ഈ ഫയൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള ടൂള്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലുള്ള ക്ലാഷ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാമെന്നുള്ള ഇവിടെയുണ്ട്. പക്ഷേ നമ്മളതൊരു ചെറിയ വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാം. ഇതിനകത്ത് കുറച്ച് ടൂൾസുകളുണ്ട്. വ്യൂ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ വ്യൂസും നമുക്ക് സേവ് ചെയ്തെടുക്കാം. പിന്നെ റിവ്യൂ ടൂൾ ബാർ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓരോന്നും മെഷർ ചെയ്തെടുക്കാം. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. വ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡ് ഷോ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ടൂൾസുകളുണ്ട് ഇതിനകത്ത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് എങ്ങനെ ഫയൽ ലിങ്ക് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചത്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫുൾ റെൻഡറായിട്ടുള്ള ഇത് കിട്ടും. അടുത്തത് നമുക്ക് ഷെയ്ഡഡ് വേണമെങ്കിൽ ഷെയ്ഡഡ് കിട്ടും. അപ്പോൾ ഗ്രിഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഗ്രിഡ് ഓഫ് ചെയ്യാം. വ്യൂ പോയിൻറ്റിൽ പോയിട്ട് വീണ്ടും നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ വയർ ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് വയർ ഫ്രെയിമിൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വയർ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഹിഡൻ ലൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിഡൻ ലൈൻ സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ പിന്നെ ഒരു ടൂളെന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻറ്റുകൾ, ഈ ഓരോ വ്യൂ പോയിൻറ്റുകളും നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഇപ്പം ഞാൻ പേര് കൊടുത്ത് 1 2 3 എന്നുള്ളൊരു ഇത് കൊടുത്ത് നമുക്ക് അത് സേവ് ചെയ്യാം. അടുത്തത് നമ്മൾ വയർ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ അടുത്തൊരു വ്യൂ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യൂവിനെ നമുക്കിവിടെ സേവ്ഡ് വ്യൂ പോയിൻറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സേവ് ചെയ്ത് ഓരോരോ പേരുകൾ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഇതിൽ പോയി ഷെയ്ഡഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യൂ നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൽ പോയി നമുക്ക് സേവ്ഡ് വ്യൂ പോയിൻ്റായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് ഓരോരോ പേരുകൾ കൊടുത്ത് നമുക്ക് സേവ് ചെയ്തെടുക്കാം. അത് നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോമിൽ പോയി കഴിഞ്ഞാൽ അതിൽ കുറേ ടൂളുകളുണ്ട്. അതിൽ നമ്മൾ അപ്പൻഡിൽ പോയിട്ടാണ് നമ്മൾ നമ്മുടെ മോഡൽ ഫയൽ നമ്മൾ എടുക്കുന്നത്. ഇതിൽ തന്നെ ട്രീസ് ഉണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റിൽ വന്നിരിക്കുന്നത് എന്താണെന്നുള്ളത്. അത് നമുക്ക് ഏതാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ലെവലുകളുണ്ട്, അത് നമുക്ക് വ്യൂസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ഷൻ ട്രീയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏത് ലെവലാണ് നമ്മൾ വേണ്ടത്, ആ ലെവൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂഫ് ലെവലാണെന്നുണ്ടെങ്കിൽ റൂഫ് ലെവലിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ലെവൽ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഈ വ്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വ്യൂസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് പോയിൻറ്റിൽ പോകുന്നു. നമുക്കിവിടെ ഒരു പുതിയ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ആയി കിട്ടും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ നമുക്ക് ഓരോരോ വ്യൂസും നമുക്കിവിടെ വരും. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ഇടും. നാവിസ് വർക്കിൻ്റെ കൂടുതലായിട്ടുള്ള